അംബാസിഡറും പ്രീമിയർ പത്മിനിയും ഇറങ്ങുന്ന കാലത്ത് ഗവൺമെന്റ് ഓൺഡ് കമ്പനിയായ മാരുതി ഉദ്യോഗ് ലിമിറ്റഡും ജപ്പാൻ ബേസ്ഡ് സുസുക്കി എന്ന കമ്പനിയും ചേർന്ന് കരാറിൽ ഏർപ്പെട്ട 1983 ഡിസംബർ 14 ഒരു വണ്ടി വിപണിയിൽ ഇറക്കുന്നു. അന്ന് കാലം വരെ അതിസമ്പന്നർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒന്നായിരുന്നു കാർ എന്നത്. ആ പൊതുബോധത്തെ തന്നെ തച്ചുടച്ച് ഒരു സാധാരണക്കാരന് 4 വീലർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാമെന്ന് തെളിയിച്ച വണ്ടി, അതെ, നമ്മുടെ സ്വന്തം മാരുതി 800ന്റെ കഥയാണിത്. 800ന്റെ ആദ്യ വണ്ടി നറുക്കെടുപ്പിലൂടെയാണ് ഹർപാൽ സിംഗ് എന്ന വ്യക്തി സ്വന്തമാക്കുന്നത്. അദ്ദേഹം മരണപ്പെട്ടിട്ട് പോലും തന്റെ മക്കൾ വണ്ടി വിൽക്കാതെ ഇന്നും അവരുടെ ഗ്യാരേജിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ട് ഇന്ത്യൻ റോഡുകളിൽ കിരീടം വയ്ക്കാത്ത രാജാവായി നിലകൊണ്ട നാളുകളായിരുന്നു മാരുതി 800ന്. 1983 ലോഞ്ച് ചെയ്ത വണ്ടി നീണ്ട 21 വർഷക്കാലം ബെസ്റ്റ് സെല്ലിംഗ് കാറിന് ഇന്ത്യ എന്ന നേട്ടവും സ്വന്തമാക്കി. വണ്ടിയുടെ വലിയ ഡിമാൻഡും പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ കുറവും കാരണം ആദ്യകാലത്ത് കാർ ഓർഡർ ചെയ്ത് അവനെ സ്വന്തമാക്കാൻ 3 വർഷം വരെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു വാഹനമാണല്ലേ 800. ഒരുപക്ഷെ നമ്മളിൽ പലരും കാർ ഓടിക്കാൻ പഠിച്ചതുപോലും 800ലായിരിക്കും, അല്ലെ? ഇന്ന് കഥ മാറി. പല ബ്രാൻഡുകളുടെ ചെറുതും വലുതുമായ ഒരുപാട് വണ്ടികൾ വിപണിയിലുണ്ട്. എന്നാൽ ആ കാലഘട്ടത്തിൽ ഇവൻ ഉണ്ടാക്കിയെടുത്ത ഓളം അതൊന്ന് വേറെ തന്നെയാണ്. വണ്ടികളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മുഴുവൻ കൂട്ടുകാർക്ക് മറക്കാതെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ. ഒപ്പം ഇതുപോലുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കണ്ടന്റ്സിന് മല്ലൂസ് എന്ന പേജ് കൂടെ ഫോളോ ചെയ്തേക്കണേ.